ചികിത്സാ ബില്ലടയ്ക്കാൻ കഴിയാതിരുന്ന യുവാവിന് റിപ്പോർട്ടർ ടിവിയുടെ ഇടപെടലിലൂടെ ആശ്വാസം. അതിഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വൃക്ക രോഗി കുന്നമംഗലം സ്വദേശി രജീഷിനെ ഡിസ്ചാർജ് ചെയ്തിരുന്നുവെങ്കിലും പണമില്ലാത്തതിനാൽ ആശുപത്രി വിടാൻ കഴിഞ്ഞിരുന്നില്ല. റിപ്പോർട്ടർ ടിവി ഇടപെട്ടതോടെ പകുതിയിലധികം തുക ആശുപത്രി വിട്ടു നൽകി. ബാക്കി തുക സാമൂഹ്യ പ്രവർത്തകർ അടച്ചു. ചികിത്സാ ബില്ല് അടയ്ക്കാൻ കഴിയാതിരുന്നതോടെയാണ് കുന്നമംഗലം വിലാശ്ശേരി സ്വദേശിയുടെ ഡിസ്ചാർജ് പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ 28-ന് അതിഗുരുതരാവസ്ഥയിലാണ് രജീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 3 ദിവസത്തോളം വെന്റിലേറ്റർ സഹായം വേണ്ടിവന്നു. മരുന്നും വെന്റിലേറ്റർ ചെലവും സഹിതം 90,000 രൂപയായിരുന്നു ബിൽ. നിർധനായ കുടുംബത്തിന് ഈ പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. റിപ്പോർട്ടർ ടിവി ഇടപെട്ടതോടെ ഇക്ര ആശുപത്രി മാനേജ്മെന്റ് ചികിത്സാ ചെലവ് വേണ്ടെന്ന് വെച്ചു. റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം ഏറ്റെടുത്ത് സഹായിക്കാൻ മുമ്പോട്ട് വന്നതിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഞാൻ ഈ വിഷമത്തിൽ വരെ കൂടെ ഓടി വന്ന സമയത്ത് എൻ്റെ മാനേജ്മെൻറ്റ് എന്നോട് പറഞ്ഞു, ഒരു പ്രയാസപ്പെടുകയൊന്നും വേണ്ട, ഞങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് പരമാവധി പൈസ ഞങ്ങൾ കുറച്ച് തരാം. ബാക്കിയുള്ള പണം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി TPM ജിഷൻ മുൻകൈയെടുത്തടച്ചു. ജീവധാര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കായനയുടെ ഇടപെടലും നിർണായകമായി. മനുഷ്യാവകാശ പ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലിന് കുടുംബം നന്ദി പറഞ്ഞു. ഒരുപാട് പുണ്യ ഈശ്വരൻ തരട്ടെ. ഈ ഒരു അവസരത്തിൽ ഞങ്ങളെ മനസ്സറിഞ്ഞ് സഹായിച്ചതിന് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഈശ്വരൻ സമാധാനവും സന്തോഷവും നല്ലൊരു ജീവിതവും കൊടുക്കട്ടെ. വൃക്ക മാറ്റിവെക്കണമെങ്കിൽ ലക്ഷങ്ങളുടെ ചെലവുണ്ട്. രജീഷിന്റെ സഹോദരി വൃക്ക നൽകും. നിർധന കുടുംബമാണ് ഇവരുടേത്. വീട്ടുജോലിക്ക് പോയാണ് കുടുംബം പുലരുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.